ഹലോ മക്കളെ, വെൽക്കം ടു ഫീനിക്സ് ലേണിംഗ്. ഞാൻ സ്വാതി ടീച്ചറാണ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കെമിസ്ട്രിയിലെ SSLC കെമിസ്ട്രിയിലെ ലാസ്റ്റ് ചാപ്റ്ററാണ്. ഇത് ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് കേട്ടോ. നമ്മൾ ഇതുവരെ 5 പാർട്ടായിട്ട് ഈ ചാപ്റ്റർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഇത്രയും പാർട്ടാക്കാൻ കാരണം, കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആക്കാൻ കാരണം നിങ്ങൾക്ക് പഠിച്ചു പോകാനുള്ള എളുപ്പത്തിനാണ് കേട്ടോ. നമ്മളൊരൊറ്റയടിക്ക് വലിയൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പലരും പകുതി വെച്ചിട്ട് അവിടെ ഇട്ട് പോവും അല്ലേ, മടുക്കും. അപ്പം മടുക്കുമ്പോൾ അത് അവിടെ ഇട്ടിട്ട് പോവും. പിന്നെ ബാക്കി പഠിക്കാനും നിൽക്കാൻ ചാൻസ് ഇല്ലാന്ന് വിചാരിച്ചതുകൊണ്ടാണ് ഞാൻ ഇത്രയും പാർട്ടായിട്ട് ഇത് അപ്ലോഡ് ചെയ്തത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കാരണം നമ്മൾ അടുത്തടുത്ത ദിവസങ്ങളിൽ ഓരോ ചാപ്റ്റേഴ്സിൻ്റെ ഓരോ പാർട്ടായിട്ട് ഓരോ ചാപ്റ്റേഴ്സ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ. ഇപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിന്. അപ്പോൾ നമുക്ക് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് ആണ് ഈ പാർട്ടിൽ പഠിക്കാനുള്ളത്. മിക്കവരും സ്കിപ്പ് ചെയ്ത് കണ്ടുവരുന്ന ഒരു പാർട്ടാണിത്. കാരണം നമ്മുടെ ടെക്സ്റ്റിൽ ഒരു വലിയ പാരഗ്രാഫ് ആയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വായിച്ച് നോക്കാനും അത് ബൈ ഹാർട്ട് പഠിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് തോന്നുന്നു സ്കിപ്പ് ചെയ്യുന്ന ഒരു പാർട്ടാണ്. അപ്പോൾ നമുക്കിത് പോയിന്റ് ആയിട്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെ പഠിക്കാം അതൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ സോപ്പിൻ്റെ ഒരു ഡെഫിനേഷൻ ഒന്ന് പഠിച്ചു വെച്ചോ. എണ്ണകളും കൊഴുപ്പുകളും ആൽക്കലികളുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന ലവണങ്ങളാണ് സോപ്പ്. എന്താണ്? എണ്ണകളും കൊഴുപ്പുകളും ആൽക്കലികളുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന ലവണങ്ങളാണ്. ഇനി നമുക്ക് ഇംഗ്ലീഷിന്റെ ഡെഫിനേഷൻ ഒന്ന് നോക്കാം. സോപ്പ് ഈസ് ദ സോൾട്ട് ഫോംഡ് വെൻ ഓയിൽസ് ആൻഡ് ഫാറ്റ്സ് റിയാക്ട് വിത്ത് ആൽക്കലീസ്. അപ്പോൾ സോപ്പ് എന്ന് പറയുന്നത് ഒരു സോൾട്ടാണ്, ലവണാണ്. എങ്ങനെ ഫോം ചെയ്യുന്നത്? വെൻ ഓയിൽസ് ആൻഡ് ഫാറ്റ്സ് റിയാക്ട് വിത്ത് ആൽക്കലീസ്. ഓക്കെ, അപ്പോൾ ആ ഒരു സെൻറ്റൻസ് ഞാൻ ജസ്റ്റ് ഒരു ഇക്വേഷൻ ഫോമിൽ എഴുതിയെന്ന് മാത്രം. ജസ്റ്റ് നിങ്ങൾക്ക് ആയിട്ട് എഴുതി വെക്കണമെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ സൈഡിൽ എഴുതി വെക്കാം കേട്ടോ. എന്താണ്? ഓയിൽസും ഫാറ്റ്സും ആൽക്കലികളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ കിട്ടുന്ന സോൾട്ടാണ് സോപ്പ്. ദേ ആർ സോൾട്സ്, അതായത് ലവണങ്ങളാണ് സോപ്പ് എന്ന് പറയുന്നത്. ഇനി ആൽക്കലികൾ എന്ന് പറയുന്നത് ഏതൊക്കെ ആൽക്കലികൾ നമ്മളിതിന് യൂസ് ചെയ്യും? സോഡിയം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്യും, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും വൈഡായിട്ട് യൂസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ ഒരു കോമൺ നെയിമാണ് കോസ്റ്റിക് സോഡ കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത്. അപ്പം ആൽക്കലികളായിട്ട് സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമാണ് ഉപയോഗിക്കുന്നത്. ഇനി ഓയിൽസ് ആൻഡ് ഫാറ്റ്സ് എന്ന് പറയുന്നത് എന്താന്ന് നമുക്ക് നോക്കാം. ഓയിലുകളും ഫാറ്റുകളും ദേ ആർ ഫോം ഓഫ് എസ്റ്റേഴ്സ്. ദേ ആർ എ ഫോം ഓഫ് എസ്റ്റേഴ്സ്. കാരണം എസ്റ്റേഴ്സ് എന്താ നമ്മൾ പറഞ്ഞു, എന്താണ്? സുഗന്ധമുള്ളവയാണ് എസ്റ്റേഴ്സ് അല്ലേ. ദേ ആർ കെമിക്കൽ സബ്സ്റ്റൻസസ് വിച്ച് ഹാവ് ഒരു ഫ്രാഗ്രൻസ് ഉണ്ട് അല്ലേ. അപ്പം ഓയിൽസും ഫാറ്റ്സും എസ്റ്റേഴ്സ് ആണ്. ഇനി ഓയിൽസും ഫാറ്റ്സും എങ്ങനെ ഉണ്ടാവുന്നത് അത് നമ്മുടെ ടെക്സ്റ്റിൽ ഒരു സെന്റൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫാറ്റി ആസിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫാറ്റി ആസിഡുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബൺ ആറ്റങ്ങളുടെ എണ്ണം കൂടുതലുള്ള ഹൈഡ്രോ കാർബൺ അല്ലെങ്കിൽ കാർബോക്സിലിക് ആസിഡുകളെയാണ് നമ്മൾ ഫാറ്റി ആസിഡ്സ് എന്ന് പറയാം. എന്താണ് ഫാറ്റി ആസിഡ്സ്? കാർബൺ ആറ്റങ്ങളുടെ എണ്ണം കൂടുതലുള്ള കാർബോക്സിലിക് ആസിഡുകളെയാണ് നമ്മൾ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫാറ്റി ആസിഡ്സും ഗ്ലിസറോൾ എന്ന് പറയുന്നത് ഒരു ആൽക്കഹോളാണ്. അപ്പോൾ ഈ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ചേർന്നിട്ടാണ് ഓയിൽസും ഫാറ്റ്സും ഉണ്ടാവുന്നത്, അതായത് എണ്ണകളും കൊഴുപ്പുകളും ഉണ്ടാവുന്നത്. മനസ്സിലായല്ലോ? ഇനി ഫാറ്റി ആസിഡ്സിന് കുറച്ച് എക്സാമ്പിൾസ് നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. പാൽമെറ്റിക് ആസിഡ്, സ്റ്റെറിക് ആസിഡ് ആൻഡ് ഒലൈക് ആസിഡ്. ഫാറ്റി ആസിഡിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് പാൽമെറ്റിക് ആസിഡ്, സ്റ്റെറിക് ആസിഡ്, ഒലൈക് ആസിഡ്. ഇതുപോലെയുള്ള ഫാറ്റി ആസിഡുകളും ഗ്ലിസറോൾ എന്ന് പറഞ്ഞിട്ടുള്ള ആൽക്കഹോളും ചേർന്നിട്ടാണ് എണ്ണകളും കൊഴുപ്പുകളും ഉണ്ടാവുന്നത്. ഈ എണ്ണകളും കൊഴുപ്പുകളും എന്താണ്? എസ്റ്ററുകളാണ് അല്ലേ. ഇനി വ്യാവസായികമായി സോപ്പ് നിർമ്മിക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത് അതൊരു ഹോട്ട് പ്രോസസ്സാണ്. ഹോട്ട് പ്രോസസ് എന്ന് പറയാൻ കാരണം എന്താണ്? ഈ സോപ്പിൽ നമ്മൾ ആൽക്കലികൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അപ്പം ഈ ആൽക്കലികളും ചേർന്നിട്ട് ഈ സോപ്പ് ഉണ്ടാക്കുമ്പോൾ വളരെയധികം ഹീറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, താപം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതൊരു താപമോചക പ്രവർത്തനമാണ്. ഒരു എക്സോതെർമിക് പ്രോസസ്സാണ് സോപ്പ് മേക്കിംഗ് എന്ന് പറയുന്നത്. എക്സോതെർമിക് പ്രോസസ്സാണ്, അതായത് താപമോചക പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ഹോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പം
ഈ ഹോട്ട് പ്രോസസ്സിൽ ഉപോൽപ്പന്നമായിട്ട് നമുക്ക് എന്താ ലഭിക്കുന്നത്? ഗ്ലിസറോൾ ലഭിക്കുന്നുണ്ട്. ഉപോൽപ്പന്നമായിട്ട്, അതായത് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് ഗ്ലിസറോൾ കിട്ടുന്നുണ്ട്. ആ ഗ്ലിസറോൾ നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് പറയാം. ഔഷധങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്, സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ വേറെ കുറേ പദാർത്ഥങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നിങ്ങൾക്ക് ഈ സോപ്പിന്റെ ഒക്കെ അഡ്വർടൈസ്മെന്റിൽ എന്താണ് ഗ്ലിസറിൻ ചേർത്ത, അതായത് ഗ്ലിസറിൻ കണ്ടന്റ് കൂടുതൽ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട് അല്ലെ. ഇതാണ് സംഭവം കേട്ടോ. സൗന്ദര്യവർദ്ധക വസ്തുക്കളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് സോപ്പ് എന്ന് പറയുന്നത്. ഇനി സോപ്പ് എങ്ങനെ നിർമ്മിക്കാം എന്ന് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അതൊന്ന് നമുക്ക് നോക്കാം. സോപ്പ് നിർമ്മിക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് കേട്ടോ. നമുക്കൊക്കെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് നോക്കിക്കേ. ഒരു ബീക്കറിൽ 40 ml ജലം എടുത്ത് 40 ml വെള്ളം എടുക്കണം. അതിലേക്ക് 18 ഗ്രാം സോഡിയം ഹൈഡ്രോക്സൈഡ്, അതായത് കോസ്റ്റിക് സോഡ ലയിപ്പിക്കുക. അപ്പോൾ വെള്ളത്തിൽ നമ്മൾ ആൽക്കലി ആയിട്ടുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് കുറേശ്ശെ ഇട്ടിട്ട് 18 ഗ്രാം എടുക്കണം കേട്ടോ. അത് നന്നായി ലയിപ്പിക്കുക. ഇനി ഈ ലയിപ്പിക്കൽ എന്ന് പറയുന്ന ഈ പ്രക്രിയ ഉണ്ടല്ലോ, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സോതെർമിക് പ്രോസസ് എന്ന് പറയുന്നത്. ഇതാണ് കേട്ടോ, അതായത് താപമോചക പ്രവർത്തനം. കാരണം വെള്ളത്തിൽ ആൽക്കലി നമ്മൾ ലയിപ്പിക്കുകയാണ്, അതൊരു താപമോചക പ്രവർത്തനമാണ്. ഓക്കെ, അപ്പോൾ ഈ ലായനിയെ തണുക്കാൻ അനുവദിക്കുക. കാരണം അത് ചൂടായിട്ടുണ്ടാവും, ആ ലായനിയെ നമ്മൾ തണുപ്പിക്കുക. ഇനി അതിനുശേഷം നമ്മൾ 100 ഗ്രാം വെളിച്ചെണ്ണ ഈ ലായനിയിലേക്ക് അല്പാൽപമായി ചേർത്ത് ഇളക്കുക. ഓക്കെ, ഇനി അങ്ങനെ ഇളക്കുമ്പം ആ സോപ്പിന്റെ ആ ഒരു ഒരു ഇത്തിരി കട്ടിയായിട്ട് ഇങ്ങനെ വരും. കാരണം വെളിച്ചെണ്ണയാണ് നമ്മൾ ചേർക്കുന്നത് അല്ലെ. അങ്ങനെ നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ പറ്റും. ഈ ഉണ്ടാകുന്ന സോപ്പിനെ അച്ചുകളിൽ ഒഴിച്ച് കട്ടിയാക്കാൻ അനുവദിക്കുക. അപ്പം ഇതിന്റെ കൂടെ നമുക്ക് സോപ്പിന് വേണമെങ്കിൽ കുറച്ച് കളറും സുഗന്ധദ്രവ്യങ്ങളും ഇവയൊക്കെ ചേർക്കാൻ പറ്റും കേട്ടോ. വർണ്ണവസ്തുക്കൾ, സുഗന്ധദ്രവ്യങ്ങൾ, നമുക്ക് കുറച്ച് പെർഫ്യൂംസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യുക, കളർ ആഡ് ചെയ്തിട്ട് നമുക്ക് അതിനെ അട്രാക്റ്റീവ് ആക്കാം. അപ്പം ഇങ്ങനെയാണ് സോപ്പ് ഉണ്ടാക്കുന്നത്. ഇത് ഉണ്ടാകുന്ന സോപ്പിനെ നമ്മൾ അതേപോലെ അപ്പൊ തന്നെ അച്ചുകളിൽ ഒഴിച്ചിട്ട് കട്ടിയാക്കണം. മനസ്സിലായല്ലോ? അപ്പം എന്തൊക്കെയാണ് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടത്? നമുക്ക് 40 ml ജലം വേണം, 18 ഗ്രാം സോഡിയം ഹൈഡ്രോക്സൈഡ് വേണം, അതിലേക്ക് 100 ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് സോപ്പ് അഴുക്കിനെ നീക്കം ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ നമ്മുടെ ടെക്സ്റ്റിൽ ഇതൊരു പാരഗ്രാഫ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഒരു ചിത്രത്തിലൂടെ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഇത് ഒരു സോപ്പ് മോളിക്യൂളിന്റെ ഒരു റഫ് ഫിഗർ ആണ് കേട്ടോ. അപ്പൊ സോപ്പിന് സോപ്പ് മോളിക്യൂൾ എന്ന് പറഞ്ഞ ഒരു ലോങ് മോളിക്യൂൾ, ഒരു ലോങ് ചെയിൻ ആണ്. അതില് ഒരു 2 എൻഡ്സ് ഉണ്ട്, 2 അറ്റങ്ങളുണ്ട്. ഒരറ്റം എന്ന് പറയുന്നത് പോളാർ എൻഡ് എന്ന് പറയും. അതായത് അത് അയോണിക ഭാഗമാണ്. സോപ്പിന്റെ അയോണിക ഭാഗമാണ് പോളാർ എൻഡ്. പോളാർ എന്ന് പറയാൻ കാരണം എന്താ? അത് വാട്ടർ സോല്യൂബിൾ ആണ്, വെള്ളത്തിൽ ലയിക്കുന്ന ഒരു അറ്റമാണ് ഇത്. വെള്ളത്തിൽ ലയിക്കുന്ന എൻഡാണ് അതിന്റെ പോളാർ എൻഡ് അല്ലെങ്കിൽ അയോണിക് പാർട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്ത എൻഡോ, അതൊരു നോൺ പോളാർ എൻഡാണ്, അതായത് ഹൈഡ്രോ കാർബൺ ഭാഗമാണ് കേട്ടോ. അതൊരു ഹൈഡ്രോ കാർബൺ ഭാഗമാണ്. അത് ഓയിൽ സോല്യൂബിൾ ആണ്, വാട്ടർ സോല്യൂബിൾ അല്ല, അത് ഓയിൽ സോല്യൂബിൾ ആണ്. അപ്പൊ മനസ്സിലായല്ലോ, ഒരു സോപ്പ് മോളിക്യൂളിന് 2 എൻഡ് ഉണ്ട്. ഒരു എൻഡ് എന്ന് പറയുന്നത് പോളാർ എൻഡാണ്, സോപ്പ് മോളിക്യൂളിന്റെ അയോണിക ഭാഗമാണ്, അത് വെള്ളത്തിൽ ലയിക്കുന്ന ഭാഗമാണ്. അടുത്ത എൻഡോ നോൺ പോളാർ എൻഡാണ്, അത് ഹൈഡ്രോ കാർബൺ ഭാഗമാണ്, അത് എണ്ണകളിൽ ലയിക്കുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ. അപ്പൊ നമ്മുടെ തുണികളിലൊക്കെ ഉള്ള അഴുക്കിനെ സോപ്പ് എങ്ങനെ നീക്കം ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു ഊഹം കിട്ടിയോ? എങ്ങനെയാണ്? സോപ്പിന്റെ ഈ ഹൈഡ്രോ കാർബൺ പാർട്ട് ഉണ്ടല്ലോ, അത് എണ്ണയിൽ ലയിക്കും. എന്നിട്ട് ഈ പോളാർ എൻഡ് ഉണ്ടല്ലോ, അത് വെള്ളത്തിലും ലയിക്കും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ എണ്ണയിൽ അഴുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ എണ്ണയും ചെളിയൊക്കെ കൂടിയിട്ടുള്ള ഒരു മിക്സ് ആണ് അല്ലെ. ആ അഴുക്കിനെ ഈ നോൺ പോളാർ എൻഡ് അവിടെ ലയിച്ചിട്ട് അഴുക്കിനെ വെള്ളത്തിലേക്ക് വലിച്ചെടുക്കുക ചെയ്യാം. മനസ്സിലായല്ലോ? വെള്ളം വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള ഒരു പാർട്ട് ഉണ്ട്, ഓയിൽ സോല്യൂബിൾ ആയിട്ടുള്ള ഒരു പാർട്ട് ഉണ്ട്. അപ്പോൾ ഈ എണ്ണയിൽ അല്ലെങ്കിൽ അഴുക്കിൽ ലയിച്ച ആ ഭാഗത്തെ ഈ വെള്ളം അങ്ങോട്ട് വലിച്ചെടുക്കുക, വെള്ളത്തിലോട്ട് വലിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പം എന്താ ആക്ച്വലി അവിടെ സംഭവിക്കുന്നത്?
ജലത്തിന്റെയും അഴുക്കിന്റെയും ഇടയിൽ സോപ്പ് ഒരു കണ്ണിയായിട്ട് പ്രവർത്തിക്കുക ചെയ്യുന്നത്. ഒരു കണ്ണിയായിട്ട് പ്രവർത്തിച്ചിട്ടാണ് അഴുക്കിനെ നീക്കം ചെയ്യുന്നത്. പിന്നെ അതുകൂടാണ്ട് നമ്മുടെ വെള്ളത്തിന് ഒരു പ്രതല ബലം ഉണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. വെള്ളത്തിന് ഒരു സർഫസ് ടെൻഷൻ ഉണ്ട്. വാട്ടർ ഹാസ് സർഫസ് ടെൻഷൻ. അപ്പം ഈ പ്രതല ബലം ഉള്ളതുകൊണ്ട് തന്നെ തുണികൾ നന്നായിട്ട് അങ്ങോട്ട് അലിയില്ല. തുണികൾ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടില്ല അല്ലെ. കുതിർന്ന് കിട്ടണമെങ്കിൽ നമ്മൾ സോപ്പ് വെള്ളത്തിലൊക്കെ മുക്കി വെക്കുമല്ലോ തുണികൾ. എന്തിനു വേണ്ടിയിട്ടാ? നന്നായി കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നന്നായിട്ട് നനഞ്ഞു കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ആ അഴുക്കിനെയൊക്കെ നീക്കം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം സോപ്പ് ഒരു കാര്യം കൂടി ചെയ്യും. സോപ്പ് വെള്ളത്തിന്റെ സർഫസ് ടെൻഷന് റെഡ്യൂസ് ചെയ്യും. സർഫസ് ടെൻഷന് കുറയ്ക്കും. അങ്ങനെ തുണികൾ നന്നായിട്ട് കുതിർന്ന് കിട്ടും ചെയ്യും. അഴുക്കിനെ നന്നായിട്ട് നീക്കം ചെയ്യാൻ പറ്റും ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 130, 129, 130 ആ 2 പേജുകളിലായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കതൊന്ന് വായിച്ചാലോ? അപ്പൊ നിങ്ങൾ അതൊക്കെ ആ ഒരു സോപ്പ് മോളിക്യൂളിന്റെ സ്ട്രക്ചർ നോക്കി മനസ്സിലാക്കിയിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തു അല്ലെ. ഇനി നമുക്ക് ഇതൊന്ന് വായിച്ചു നോക്കിയാൽ കൃത്യമായിട്ട് പിടികിട്ടും. ഓക്കെ. അപ്പം സോപ്പ് അഴുക്ക് നീക്കം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. സോപ്പിന് എണ്ണകളിൽ ലയിക്കുന്ന ഒരു നോൺ പോളാർ അഗ്രവും ജലത്തിൽ ലയിക്കുന്ന ഒരു പോളാർ അഗ്രവും ഉണ്ട്. ഇല്ലേ, നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി സോപ്പിലെ ഹൈഡ്രോ കാർബൺ ഭാഗം എണ്ണയിൽ ലയിക്കുകയും അയോണിക ഭാഗം അല്ലെങ്കിൽ പോളാർ ഭാഗം ജലത്തിൽ ലയിക്കുകയും ചെയ്യുന്നു. അതിനാൽ സോപ്പിന്റെ സാന്നിധ്യത്തിൽ അഴുക്കിനെ എളുപ്പം നീക്കം ചെയ്യാൻ കഴിയുന്നു. കൂടാതെ ജലത്തിൽ സോപ്പ് ചേർക്കുമ്പോൾ അതിന്റെ പ്രതല ബലം കുറയുകയും തുണി നന്നായി നനയുകയും ചെയ്യുന്നു. പ്രതല ബലം എന്ന് പറഞ്ഞാൽ സർഫസ് ടെൻഷൻ കുറയുന്നു അല്ലെ. അപ്പം ജലത്തിനും അഴുക്കിനും ഇടയിൽ സോപ്പ് ഒരു കണ്ണിയായി പ്രവർത്തിച്ച് അഴുക്കിനെ നീക്കം ചെയ്യുന്നു. ഇപ്പൊ ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഡിറ്റർജന്റിനെ പറ്റിയിട്ട് നോക്കിയാലോ. അപ്പോൾ ഡിറ്റർജൻസ് എന്ന് പറഞ്ഞാലും സെയിം ഫങ്ഷൻ തന്നെയാണ് അല്ലെ. സോപ്പിന്റെ സെയിം ഫങ്ഷനാണ് ഡിറ്റർജൻസ്. പക്ഷെ കെമിക്കലി ദേ ആർ ഡിഫറെന്റ്. ഓക്കെ. അപ്പൊ സോപ്പുകളെ പോലെ ശുചീകാരികളാണ് ഡിറ്റർജന്റുകൾ. അപ്പം ഇത് ഡിറ്റർജൻസിനും സോപ്പിനെ പോലെ ഒരു പോളാർ എൻഡും ഒരു നോൺ പോളാർ എൻഡും ഉണ്ട്. പോളാർ എൻഡ് എന്ന് പറയുന്നത് വെള്ളത്തിൽ ലയിക്കുന്നതാണ്. നോൺ പോളാർ എന്ന് പറയുന്നത് ഓയിലിൽ ലയിക്കുന്നതാണ്. പക്ഷെ ഇതിലെ നോൺ പോളാർ എൻഡ് അല്ലെങ്കിൽ ഹൈഡ്രോ കാർബണുകൾ ഏതെന്നാണ് ഡിറ്റർജന്റുകൾ നിർമ്മിക്കുന്നത്? കോൾ, പെട്രോളിയം ഇവയിൽ നിന്ന് ലഭിക്കുന്ന ഹൈഡ്രോ കാർബണുകളിൽ നിന്നാണ് ഡിറ്റർജന്റുകൾ നിർമ്മിക്കുന്നത്. അപ്പം സോപ്പിന്റെ പോലെ നമുക്ക് സോപ്പ് എങ്ങനെ നിർമ്മിക്കുന്നത് നമ്മൾ നോക്കിയല്ലോ. എങ്ങനെയാണ്? ഓയിൽസും ഫാറ്റി ആസിഡ്സും അല്ലെ, അതും പിന്നെ നമ്മുടെ ആൽക്കലികളും ചേർന്നിട്ടാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നത് അല്ലെ. പക്ഷെ ഡിറ്റർജൻസ് എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? കോൾ, പെട്രോളിയം ഇവയിൽ നിന്ന് ലഭിക്കുന്ന ഹൈഡ്രോ കാർബണുകളിൽ നിന്നാണ് ഡിറ്റർജൻസ് ലഭിക്കുന്നത്. അപ്പൊ സോപ്പും ഡിറ്റർജന്റും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മളിവിടെ പോയിന്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. സോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോഡിയം ഓർ പൊട്ടാസ്യം സോൾട്സ് ഓഫ് ഫാറ്റി ആസിഡ്സ്. അത് നമ്മളിപ്പോൾ പറഞ്ഞു അല്ലെ. ഓയിലും ഫാറ്റി ആസിഡ്സും ആൽക്കലികളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ കിട്ടുന്ന ലവണങ്ങളാണ് സോപ്പുകൾ. അതിന്റെ ഒരു ഷോർട്ട് ഫോം ആയിട്ട് നമ്മൾ എഴുതിയിരിക്കുന്നതാണ് കേട്ടോ. ഇംഗ്ലീഷിൽ സോഡിയം ഓർ പൊട്ടാസ്യം സോൾട്സ് ഓഫ് ഫാറ്റി ആസിഡ്. ഇനി ഡിറ്റർജന്റ് എന്ന് പറഞ്ഞാലോ, മിക്ക ഡിറ്റർജന്റുകളും സൾഫോണിക് ആസിഡിന്റെ ലവണങ്ങളാണ്. ദേ ആർ സോൾട്സ് ഓഫ് സൾഫോണിക് ആസിഡ്. ഓക്കെ. അപ്പൊ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ. ഡിറ്റർജൻസ് എന്ന് പറയുന്നത് സൾഫോണിക് ആസിഡിന്റെ ലവണങ്ങളാണ്. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 130, 130 2 പ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റത്തെ പ്രവർത്തനമാണ് കേട്ടോ, ഫസ്റ്റത്തെ എക്സ്പെരിമെന്റ്. 2 ടെസ്റ്റ് ട്യൂബുകളിൽ ഒരെണ്ണത്തിൽ 10 ml ഹാർഡ് വാട്ടർ, കഠിന ജലം എടുക്കുക. മറ്റേ ടെസ്റ്റ് ട്യൂബിൽ 10 ml ഡിസ്റ്റിൽഡ് വാട്ടർ, അതായത് പ്യുവർ വെള്ളം എടുക്കുക. എന്നിട്ട് രണ്ടിലും നമ്മൾ കുറച്ച് സോപ്പ് ലായനി ചേർക്കുക. രണ്ടിലും, ഒന്നിൽ ഹാർഡ് വാട്ടറും സോപ്പ് ലായനി, മറ്റേതിൽ ഡിസ്റ്റിൽഡ് വാട്ടറും സോപ്പ് ലായനി ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ കുലുക്കുക. അപ്പം ഏതിലാണ് കൂടുതൽ പത ഉണ്ടാവുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ. അപ്പം ഏതിലായിരിക്കും കൂടുതൽ പത ഉണ്ടാവുക? ഡിസ്റ്റിൽഡ് വാട്ടറിലായിരിക്കും അല്ലെ.
ഡിസ്റ്റിൽഡ് വാട്ടറും സോപ്പും കൂടിയിട്ടുള്ള ഈ ഒരു മിക്സ്ചറിലായിരിക്കും കൂടുതൽ പത ഉണ്ടാവുക. ഇതിലായിരിക്കും കൂടുതൽ പത ഉണ്ടാവുക. കാരണം എന്താ? ഹാർഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ, കഠിന ജലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോപ്പ് പതയാത്ത വെള്ളത്തിനെയാണ് നമ്മൾ പറയുന്നത്. സോപ്പ് പതയാത്ത വെള്ളത്തിനെയാണ് നമ്മൾ കഠിന ജലം അല്ലെങ്കിൽ ഹാർഡ് വാട്ടർ എന്ന് പറയുന്നത്. ഒരു എക്സ്പെരിമെന്റും കൂടി ഉണ്ട്. അതും കൂടി കഴിഞ്ഞിട്ട് ഞാൻ ഹാർഡ് വാട്ടർ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇനി അടുത്ത എക്സ്പെരിമെന്റ് ആണ്, സെക്കൻഡ് എക്സ്പെരിമെന്റ് ആണ്. 2 ടെസ്റ്റ് ട്യൂബുകളിൽ നമ്മൾ രണ്ടിലും ഹാർഡ് വാട്ടർ എടുക്കുക, കഠിന ജലം എടുക്കുക. ഓക്കെ, ഒന്നിൽ നമ്മൾ സോപ്പ് ലായനി ചേർക്കുക, രണ്ടാമത്തേതിൽ ഡിറ്റർജന്റ് ലായനി ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക. ഏതിലായിരിക്കും കൂടുതൽ പത ഉണ്ടാവുക? അതായത് രണ്ടിലും ഹാർഡ് വാട്ടർ എടുത്തിരിക്കുന്നത്, ഒന്നിൽ സോപ്പ് ലായനിയും ഒന്നിൽ ഡിറ്റർജന്റ് ലായനിയും. നമ്മൾ നേരത്തെ പറഞ്ഞു സോപ്പ് കഠിന ജലത്തിൽ പതയില്ല അല്ലെ. അപ്പം ഇതിൽ പത ഉണ്ടാവുമോ? നമ്മുടെ ടെസ്റ്റ് ട്യൂബ് എയിൽ പത ഉണ്ടാവില്ല, ടെസ്റ്റ് ട്യൂബ് ബിയിൽ നന്നായിട്ട് പതയും. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കൺക്ലൂഡ് ചെയ്യാം? നമ്മുടെ ഡിറ്റർജന്റ് ഹാർഡ് വാട്ടറിൽ പതയും അല്ലെ. ഡിറ്റർജന്റ് ഹാർഡ് വാട്ടറിൽ നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളത് നമുക്ക് ഇതിൽ കൺക്ലൂഡ് ചെയ്യാം. ഇനി ഹാർഡ് വാട്ടർ എന്താന്ന് നോക്കാം. സോപ്പ് പതയാൻ ബുദ്ധിമുട്ടുള്ള ജലത്തെയാണ് നമ്മൾ കഠിന ജലം അല്ലെങ്കിൽ ഹാർഡ് വാട്ടർ എന്ന് പറയുക. ഈ ഹാർഡ് വാട്ടർ നമുക്ക് എവിടെയൊക്കെ കാണാൻ പറ്റും? ഈ കായലോരങ്ങളിലുള്ള വെള്ളമൊക്കെ ഹാർഡ് വാട്ടർ ആയിരിക്കും. അതേപോലെ ഈ മഴവെള്ളം എങ്ങനെ ഹാർഡ് വാട്ടർ ആവുന്നത്? മഴവെള്ളം ഈ ചാലിലൂടെയും അല്ലെങ്കിൽ അരുവികളിലുള്ള വെള്ളമൊക്കെ ഇങ്ങനെ കല്ലുകളുടെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങി വരുമ്പോൾ അതിൽ നമ്മുടെ മണ്ണിൽ കുറേ മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. അതായത് കാൽഷ്യം, മെഗ്നീഷ്യം, മെയിൻ ആയിട്ടും കാൽഷ്യം, മെഗ്നീഷ്യം സോൾട്സ്, അതായത് കാൽഷ്യം ക്ലോറൈഡ്, കാൽഷ്യം ബൈകാർബണേറ്റ്, പിന്നെ മെഗ്നീഷ്യം ക്ലോറൈഡ്, മെഗ്നീഷ്യം സൾഫേറ്റ്, ബൈകാർബണേറ്റ്, അതേപോലത്തെ കുറെ സോൾട്സ് അതിൽ അലിഞ്ഞു ചേരും. ഇതുപോലത്തെ കുറെ മിനറൽസിന്റെ സോൾട്സ് അതിൽ ഈ വെള്ളത്തിൽ അലിഞ്ഞു ചേരും. അങ്ങനെ അലിഞ്ഞു ചേരുമ്പോഴാണ് വെള്ളത്തിന് കഠിന ജലം എന്ന വെള്ളം കഠിന ജലമായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഹാർഡ്നെസ് വാട്ടറിന് വരുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പം ചില ഹാർഡ്നെസ് ടെമ്പററി ഹാർഡ്നെസ്സും ഉണ്ട്, പെർമനന്റ് ഹാർഡ്നെസ്സും ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്നും നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാൽഷ്യം, മെഗ്നീഷ്യം സോൾട്സ് ഡിസോൾവ് ചെയ്തിട്ടുള്ള വെള്ളമാണ് ഹാർഡ് വാട്ടർ ആയിട്ട് മാറുന്നത്, കഠിന ജലമായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ കഠിന ജലത്തിൽ സോപ്പ് പതയില്ല, നേരെ മറിച്ച് ഡിറ്റർജന്റ് നന്നായിട്ട് പതയും. ഇനി സോപ്പ് പതയാതെ ഇരിക്കാൻ കാരണം എന്താണ്? അത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നോക്കാം. കാൽഷ്യം, മെഗ്നീഷ്യം ലവണങ്ങൾ സോപ്പുമായി പ്രവർത്തിച്ച് അലേയ സംയുക്തങ്ങൾ ഉണ്ടാകുന്നതാണ് പത കുറയാൻ കാരണം. എന്താ സംഭവിക്കുന്നത്? ഇവ ഹാർഡ് വാട്ടറിൽ സോപ്പ് നമ്മൾ ഡിസോൾവ് ചെയ്യുമ്പോൾ അവിടെ ഇൻസൊല്യൂബിൾ ആയിട്ടുള്ള കുറച്ച് സോൾട്സ് അവിടെ ഉണ്ടാവുന്നുണ്ട്, ഇൻസൊല്യൂബിൾ കോമ്പൗണ്ട്സ് അവിടെ സംയുക്തങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അതായത് അലിയാത്ത കുറെ സംയുക്തങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് സോപ്പിന്റെ പത കുറയാൻ കാരണം. പക്ഷേ ഡിറ്റർജന്റുകളുടെ കേസിൽ എന്താണ്? ഡിറ്റർജന്റുകൾ ഈ ലവണങ്ങളുമായി പ്രവർത്തിച്ച് അലയ സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നില്ല. അതാണ് ഡിറ്റർജന്റ് കഠിന ജലത്തിൽ സോപ്പിനേക്കാൾ നന്നായിട്ട് പതയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഡിറ്റർജന്റുകൾ പതയുന്നതിന് കാരണം അവിടെ അലേയ സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നില്ല, നേരെ മറിച്ച് സോപ്പുകൾ അതായത് ഹാർഡ് വാട്ടറിൽ ഇൻസൊല്യൂബിൾ കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ കഠിന ജലത്തിൽ ഡിറ്റർജന്റുകൾ സോപ്പിനേക്കാൾ ഫലപ്രദമാണ്. അപ്പൊ കാരണം എഴുതുക എന്ന് പറഞ്ഞിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഈ ഒരു പാരഗ്രാഫ് ഡിറ്റർജന്റുകൾ എന്തുകൊണ്ടാണ് സോപ്പിനേക്കാൾ ഫലപ്രദം, കഠിന ജലത്തിൽ സോപ്പിനേക്കാൾ ഫലപ്രദം എന്തുകൊണ്ടാണ്? ഈ ഒരു പാരഗ്രാഫ് നന്നായിട്ട് വായിച്ചു നോക്കുക, മനസ്സിലാക്കി വെക്കുക. അപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റും. ഇനി ഡിറ്റർജന്റുകൾ ഇതുപോലെ അസിഡിക് ലായനികളിലും ഉപയോഗിക്കാൻ കഴിയുന്നു. ഓക്കെ, പക്ഷെ ഡിറ്റർജന്റുകളുടെ എക്സസീവ് യൂസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതിക്ക് വളരെ ദോഷം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് നമ്മൾ പറയുന്നുണ്ട്. അമിത ഉപയോഗം, ഡിറ്റർജന്റുകളുടെ അമിത ഉപയോഗം പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നുണ്ട്. കാരണം എന്താണ്? നമ്മൾ പറഞ്ഞു ഡിറ്റർജന്റ് ഉണ്ടാക്കുന്നത് ഏത് ഹൈഡ്രോ കാർബണുകളിൽ നിന്നാണ്? കോള്, പെട്രോളിയം തുടങ്ങിയവയിൽ നിന്ന് എടുത്ത ഹൈഡ്രോ കാർബണുകളിൽ നിന്നാണ് ഡിറ്റർജന്റ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജലത്തിൽ കുറേ സൂക്ഷ്മജീവികൾ, കുറേ മൈക്രോ ഓർഗാനിസംസ് ഉണ്ട് അല്ലെ. അതിനൊന്നും ഡിറ്റർജന്റിനെ വിഘടിപ്പിക്കാൻ കഴിയില്ല.
അപ്പോൾ അത് അതേപോലെ തന്നെ എത്തും. അതായത് നമ്മളിപ്പോൾ ഒരു കുളത്തിൽ നിന്നിട്ട് ഡിറ്റർജൻറ്റ് യൂസ് ചെയ്തിട്ട് അലക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡിറ്റർജൻറ്റ് ആ വെള്ളത്തിൽ തന്നെ കിടക്കും, വിഘടിക്കാതെ അവിടെ തന്നെ കിടക്കും. അപ്പോൾ ആ വെള്ളത്തിലുള്ള ജീവികളുടെ നിലനിൽപ്പ് അപകടത്തിലാവുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിലൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫോസ്ഫേറ്റ് അടങ്ങിയ ഡിറ്റർജൻറ്റുകൾ ആൽഗകളുടെ വളർച്ച ത്വരിതപ്പെടുത്തുകയും ജലത്തിലെ ഓക്സിജന്റെ അളവ് പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നു. എന്താ സംഭവിക്കുന്നത്? ഈ ഫോസ്ഫേറ്റ് അടങ്ങിയ ഡിറ്റർജന്റ് നമ്മുടെ കുളങ്ങളിലും ഒക്കെ എത്തിക്കഴിഞ്ഞാൽ അതവിടെ നമ്മുടെ ജലത്തിൽ എന്താ ആ വെള്ളത്തിൽ ആൽഗകൾ ഉണ്ടാവും അല്ലെ, ആൽഗകൾക്ക് ഈ ഒരു ഫോസ്ഫേറ്റ് യൂസ് ചെയ്തിട്ട് അത് ഭയങ്കരമായിട്ട് അങ്ങോട്ട് വളരും ആൽഗകൾ. അപ്പം ആൽഗകൾക്ക് വളരാൻ ഓക്സിജൻ ആവശ്യമാണ്. ഈ ഓക്സിജൻ ഈ ആൽഗകൾ എവിടെ നിന്നാ വലിച്ചെടുക്കുക? നമ്മുടെ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഓക്സിജൻ അല്ലേ, അതൊക്കെ ഈ ആൽഗകൾ അവയുടെ വളർച്ചയ്ക്കായിട്ട് വലിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജലത്തിലുള്ള ജീവികൾക്ക് ശ്വസിക്കാൻ ഓക്സിജൻ കിട്ടുമോ? ഇല്ല അല്ലെ. അപ്പൊ അങ്ങനെയാണ് ഈ ഡിറ്റർജന്റുകൾ ജലജീവികളുടെ നിലനിൽപ്പിനെ അപകടത്തിലാക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ഡിറ്റർജന്റിന് സോപ്പിനെ അപേക്ഷിച്ചുള്ള മേന്മകളും പരിമിതിയും ലിസ്റ്റ് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ലിസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. മേന്മകളും പരിമിതികളും എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കോളം വരച്ചിട്ട് അതുപോലെ ലിസ്റ്റ് ചെയ്യാൻ, അങ്ങനെയൊക്കെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ അത് പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതി പഠിക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ SSLC കെമിസ്ട്രിയിലെ ലാസ്റ്റ് ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ എടുത്ത പോർഷൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ, ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ SSLC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മുടെ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചാപ്റ്റർ വൈസ് ആയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ലൈവായിട്ടും ചെയ്യാം. അത് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക കേട്ടോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. പിന്നെ എക്സ്ക്ലൂസീവായിട്ട് ഓരോ ചാപ്റ്റർ വൈസ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട് നമ്മുടെ റിവിഷൻ ബാച്ചിൽ, കെമിസ്ട്രിയും ഫിസിക്സും റിവിഷൻ ബാച്ചിൽ. ഓക്കെ. അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ, നമ്മളിത് അതിലൊന്നും നമ്മുടെ ഓരോ ചാപ്റ്റർ വൈസ് എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നില്ല, കാരണം അത്രയും ടൈം ഇല്ലല്ലോ നമുക്ക്. പക്ഷേ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് നല്ല കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ എൻ്റെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ പാർട്ടും, ഈ ഒരു ചാപ്റ്ററിന് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ പാർട്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതൊരു പ്ലേലിസ്റ്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതൊക്കെ കണ്ട് പഠിക്കുക കേട്ടോ. നന്നായിട്ട് എഴുതി പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.